ഹലോ ഗൈസ്, വ്ളോഗ്സ് ഓഫ് ഡി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഞങ്ങളുടെ പൂനെ യാത്രയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്നത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഈ വരുന്ന ട്രെയിനിലാണ് ഞങ്ങൾ പൂനെയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ട്. ട്രെയിന് 2 മണിക്കൂറായിട്ട് ഡിലേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ എത്തി. ഞങ്ങൾ ട്രെയിനിൽ കയറാൻ പോവാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, കാരണം വെക്കേഷൻ ടൈമാണ്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിർത്തിയിരുന്ന ട്രെയിനൊക്കെ നോക്കി മെല്ലെ മെല്ലെ നടന്നു. അങ്ങനെ ഞങ്ങൾ ഓല വഴി ഒരു കാറൊക്കെ ബുക്ക് ചെയ്തു. മലയാളി അല്ലാത്തതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ലാംഗ്വേജൊക്കെ അവർക്ക് മനസ്സിലായി. ഞങ്ങൾ ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി നേരെ ചേട്ടൻ അയച്ചു തന്ന പ്ലേസിലേക്ക് വിട്ടു. ഈ കാണുന്നതാണ് ആർമി ക്വാർട്ടേഴ്സ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവൾ ക്ഷണിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നതൊക്കെ ഇവരുടെ ആർമിക്കാരുടെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഇവരുടെ ബിൽഡിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളിയാണ് കാണാനൊക്കെ. ഈ റോഡ് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റുന്നുണ്ടാവും. നടുവിൽ ഒരു കട്ട പോലെയായിരിക്കും, പ്ലെയിൻ ആയിട്ടല്ല ഉണ്ടാവുക. അപ്പം ഞാനത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ അവർ ടാങ്കർ എന്ന് പറഞ്ഞാൽ വണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് റോഡ് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല എന്താ പറയുക, അതിൻ്റെ മുകളിലോട്ടേക്ക് ഓടിക്കുമ്പോൾ നമ്മളെ വണ്ടിയിൽ നന്നായിട്ട് കുലുങ്ങുന്നുണ്ട് കേട്ടോ. ക്രിസ്മസിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ സിറ്റിയിൽ പലയിടത്തുമായിട്ട് നമുക്ക് ക്രിസ്മസ് ഐറ്റംസുകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ അത്യാവശ്യം ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇവിടെ പൂനെയിൽ ഒരുപാട് ഹിൽ സ്റ്റേഷനും ഉണ്ട് കേട്ടോ. അതായത് ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും കവർ ചെയ്യുന്നില്ല, കാരണം ഞങ്ങൾക്ക് അത്രയ്ക്ക് ടൈമില്ല. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന വ്യൂ ആണ്. നല്ല രസമാണ് കേട്ടോ. റോഡിൻ്റെ 2 സൈഡിലുമായിട്ടും ഒത്തിരി ഇങ്ങനെ മൗണ്ടെയിൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു വൈബാണ്, നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് തീർത്ത പറഞ്ഞു ഇവിടുത്തെ പാനിപ്പൂരി അടിപൊളിയാണെന്ന്. പൊതുവേ എനിക്ക് അങ്ങനെ പാനിപ്പൂരി ഇഷ്ടമല്ല. അപ്പോൾ അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇവിടുത്തെ പാനിപ്പൂരി അടിപൊളിയാണെന്ന്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് നിഖിലേട്ടൻ പോയിട്ട് പാനിപ്പൂരിയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്, എന്താണ് ഇവിടുത്തെ പാനിപ്പൂരി ഇത്ര ടേസ്റ്റ് എന്ന് പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാനിപ്പൂരി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഏതായാലും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിനുശേഷം ഞങ്ങൾ ചുമ്മാ ഒന്ന് അതിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ജസ്റ്റ് ഒന്ന് പിസ്സ കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞു. ഈ ഞങ്ങളെന്ന് പറയുമ്പോൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഒന്ന് എൻ്റെ കൂടെ 5th പഠിച്ച എൻ്റെ ഫ്രണ്ട് തീർത്തയാണ്. പിന്നെ അവളുടെ ഹസ്ബൻഡ് നിഖിലേട്ടൻ, മൂപ്പരാണ് ഇവിടെ ആർമിയിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ പാലക്കാട് എന്നുള്ളൊരു ഫ്രണ്ട് ഉണ്ട്, ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്, സുരേഷ് ഏട്ടനും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സജുവും. അപ്പം നല്ല കമ്പനിയായി കേട്ടോ. ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല അടിപൊളി വൈബിൻ്റെ ആളുകളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും എന്താ പറയുക, അടിപൊളിയായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെന്നുള്ള ഒരു ഫീലിങ്സേ ഉണ്ടായിരുന്നില്ല. നല്ല എന്താ പറയുക, ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. അങ്ങനെ ഏകദേശം ഇപ്പം സമയം രാത്രിയായി. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഇവിടുത്തെ കഡ്കി മാർക്കറ്റിലെത്തി. ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം വിലക്കുറവിൽ കിട്ടും കേട്ടോ. ഈ കാണുന്ന ചെരുപ്പൊക്കെ വെറും 100, 150, 200 അങ്ങനെ ചെറിയ പൈസക്ക് കിട്ടുന്ന ചെരുപ്പുകളാണ്. ക്വാളിറ്റീൻ്റെ കാര്യം എനിക്കറിയില്ല, കാണാനൊക്കെ അടിപൊളി ലുക്കാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഡ്രസ്സുകളൊക്കെ വിലക്കുറവിൽ ഇവിടെ വെക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഓരോന്നിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ചിലതിന് നല്ല റേറ്റ് ഉള്ളതുണ്ട്, ചിലതിന് വളരെ റേറ്റ് കുറവുള്ളതുണ്ട്. ഈ പൂനെ വരുന്നവർ എന്തായാലും ഇവിടെ വരാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട്. വരുന്നവരെല്ലാം തന്നെ എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടൊക്കെ പോവും. ഇനി അഥവാ വാങ്ങാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ കണ്ട് നടക്കാനും നല്ല രസമുണ്ട് കേട്ടോ, കാരണം എവിടെ നോക്കിയാലും ഓരോരോ സാധനങ്ങളാണ്.
നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇവിടെ ഇങ്ങനെ തിരക്കുന്നല്ലേ? ഇവിടുത്തെ തിരക്കിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ 50 രൂപയ്ക്ക് ടീഷർട്ടൊക്കെ വിൽക്കുന്നുണ്ട്. ചെറിയ പൈസക്ക് നമുക്ക് ഇവിടെ നിന്നും ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പോകാൻ കഴിയും. ഇതിങ്ങനെ വഴിയോരത്ത് കച്ചവടം നടത്തുന്ന ടീമാണ്. ഇവർ രാവിലെ ഉണ്ടാവില്ല, രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ. 50 റുപ്പീസിൻ്റെ സാധനങ്ങൾ മാത്രമല്ല, അതിൽ കൂടുതൽ റേറ്റുള്ള സാധനങ്ങളും വിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് 50 റുപ്പീസ് മുതലുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. അതാണ് ഇത്രയും തിരക്ക് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങളുടെ ഒന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ലോണാവാലയിലേക്കാണ്. അവിടെ അത്യാവശ്യം കാണാനുള്ളത് ഉണ്ടെന്ന് പറഞ്ഞത്. ലോണാവാല ലേക്ക് ഉണ്ട്, പിന്നെ ഒരുപാട് ഹിൽ സ്റ്റേഷൻ അവിടെയാണ് വരുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം ഡ്രൈവ് ചെയ്യുന്നത് ഞങ്ങളുടെ നീലേട്ടനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ലോണാവാലയിലേക്ക് തിരിച്ചു. ഈ കാണുന്നതാണ് ലോണാവാല ലേക്ക്. ഇവിടെ ശരിക്കും വൈകുന്നേരത്താണ് വരേണ്ടത് കേട്ടോ. ഞങ്ങൾ എത്തിയത് ഉച്ച സമയമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഞങ്ങൾ ലോണാവാല ലേക്കൊക്കെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നതാണ് ലോണാവാല ഹിൽ സ്റ്റേഷൻ. അവിടുന്ന് കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് ഈ പ്ലേസ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കാണാൻ പറ്റിയത് കുറേ കുരങ്ങന്മാരെയാണ് കേട്ടോ. വലുതും ചെറുതുമായിട്ട് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഹിൽ സ്റ്റേഷൻ്റെ ആ ഭംഗി അങ്ങ് ആസ്വദിച്ചു കേട്ടോ. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു കാണാൻ. നമ്മുടെ താഴോട്ടേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ നിർത്തി വെച്ചത് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഉയരത്തിലാണ് ഞങ്ങൾ ഉള്ളതെന്ന്. അപ്പം എന്തായാലും നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒട്ടകത്തിൻ്റെ പുറത്തിരുന്ന് സഫാരി നടത്തണമെങ്കിൽ അതിൻ്റെ അവസരം ഇവിടെയുണ്ട്. ഇവിടെ ഒട്ടക സഫാരി അവൈലബിൾ ആണ്. എന്തായാലും ഞങ്ങൾ അതിൽ കയറാനൊന്നും പോയിട്ടില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ് ചിക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു സ്വീറ്റ്സ് ആണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് പല ഫ്ലേവറിൽ അവൈലബിൾ ആണ്. അതെന്തായാലും വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു കടയിൽ കയറി. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste, can't erase bitterness in my face. Work a job every day till your dreams fade away. Like a card, never change. Play the game that we say. I need a break. I'm staying strong, need to move on to be what I want. I'll keep dreaming on. I'm staying strong, need to move on to be what I want. I'll keep dreaming on. അങ്ങനെ നമ്മൾ മെയിനായിട്ട് വരാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിരിക്കുകയാണ്. പൗന ലേക്ക് ക്യാമ്പിംഗ്. ഇത്തവണത്തെ ക്രിസ്മസ് നമ്മൾ ഇവിടെ നിന്ന് ആഘോഷിക്കാമെന്നാണ് കരുതിയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ക്യാമ്പ് സൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഒരുപാട് ടെൻറ്റുകളുണ്ട് ഇവിടെ. ഇവിടെ ഓരോ റേറ്റിനാണ് കേട്ടോ ഓരോ ടെൻറ്റുകൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ടെൻറ്റ് നേരത്തെ ബുക്ക് ചെയ്യാവുന്നതാണ്. നേരത്തെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം സീസൺ ടൈം ആണെങ്കിൽ പൈസ കൂടുതലായിരിക്കും, അല്ലാത്ത ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ടെൻറ്റിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ഫുള്ള് ലൈറ്റും കാര്യങ്ങളാണ്. ഏകദേശം ഒരു ഗോവയുടെ ഒരു ടൈപ്പിലാണ് ഇവിടെ ഈ ഏരിയ ഫുള്ള് ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. I'm staying strong, need to move on to be what I want. I'll keep dreaming on. ടെൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചേട്ടൻ ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ സീല് വെച്ച് തന്നു. ചോദിച്ചപ്പോൾ അത് ഫുഡിൻ്റെ പാസ്സാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഫുഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡാണ്. പിന്നെ ബാർബിക്യൂ ഉണ്ട്, ഡിന്നറാണ് അൺലിമിറ്റഡ്, ബാക്കിയൊക്കെ നമുക്ക് ലിമിറ്റഡ് ആണ്. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഗതികൾ ഇവിടെയുണ്ട്. ഞങ്ങൾ എന്തായാലും ഓരോരുത്തരുടെ കയ്യിലായിട്ട് സീല് വെക്കാൻ തുടങ്ങി.
എന്തായാലും സംഭവം അടിപൊളിയാണ്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈറ്റാണ്. പിന്നെ ആ ലേക്ക് സൈഡിലെ ആ വ്യൂ സൂപ്പറായിട്ടുണ്ട് എല്ലാം കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബാഗൊക്കെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടുത്തെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഫുഡിൻ്റെ പ്ലേസിലേക്ക് പോയി. അപ്പം അത്യാവശ്യം വലിയ തിരക്കൊന്നും ഇല്ല, പക്ഷേങ്കിൽ ലൈനായിട്ട് നിൽക്കേണ്ടി വരും ഫുഡ് കിട്ടാനായിട്ട്. ഇവിടെ വന്ന ഉടനെ ഞങ്ങൾക്ക് തന്നത് ബന്നും പിന്നെ ഒരു മസാല പോലത്തെ ഒരു കറിയും പിന്നെ ചായയാണ്. അപ്പം ഞങ്ങൾ അതെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കഴിച്ചു. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ക്രിസ്മസ് ട്രീ കാണാൻ കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന പലരും ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു, വീഡിയോ എടുക്കുമായിരുന്നു. ഞങ്ങളും പോയി അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് നേരെ ഞങ്ങൾ ടെൻറ്റിലേക്ക് നടന്നു. ഇവിടെ ടെൻറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഊഞ്ഞാലുകളുണ്ട്, പിന്നെ ക്രിക്കറ്റ് കളിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പം വരുന്നവർക്ക് എന്തായാലും മുഷിപ്പുണ്ടാവില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ബാർബിക്യൂ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിലായിട്ടാണ് കിട്ടുക. അപ്പം ഞങ്ങൾ എല്ലാവരും എടുത്തിട്ട് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് നമ്മുടെ ടെൻറ്റിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് കഴിക്കാമെന്ന്. അപ്പം ഞങ്ങൾ അവിടെ നിന്നും അതൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങളുടെ ടെൻറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. not the one, mess with me, come out with none, 'cause I'm so done, you had your fun, and now you're gonna face down the barrel of the gun, 'cause I got a full clip with your name on it, but I'ma let you slide 'cause you ain't worth it. Keep dreaming on, time staying strong, need to move on to be what I want, I'll keep dreaming on. അങ്ങനെ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. എല്ലാവരും നല്ല ഡാൻസിന് മൂഡിലായതുകൊണ്ട് നല്ല രസമായിരുന്നു. നിഖിലേട്ട് നല്ല ഒടുക്കത്തെ ഡാൻസ് ആയിരുന്നു. ഡാൻസ് കളിച്ചിട്ടും അടുത്തപ്പോഴേക്കും ഡിന്നറിൻ്റെ സമയമായി കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. നല്ല ചോറ്, ചപ്പാത്തി, സലാഡ്, മുട്ടക്കറി, പിന്നെ ചിക്കൻ കറി, ജിലേബി, ഇതൊക്കെയായിരുന്നു ഡിന്നറിൽ ഉണ്ടായിരുന്നത്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ലൈവ് മ്യൂസിക് ബാൻഡിൻ്റെ അടുത്തേക്ക് പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ പാട്ട് കേൾക്കാനായിട്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെ നിന്നും പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരുന്നു. സമയം ഇപ്പം കറക്റ്റ് 12 മണിയായി കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ ക്രിസ്മസ് കേക്കൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ഇത്തവണത്തെ ക്രിസ്മസ് കേക്കൊക്കെ മുറിച്ചിട്ട് തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. എന്താ പറയുക, പ്രത്യേകത ഒരു വൈബായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയായി. എഴുന്നേക്കും തന്നെ കാണാൻ കഴിഞ്ഞ നല്ല ഇളം ചൂടും പിന്നെ ആ ലേക്കിൻ്റെ ആ വ്യൂ ഒക്കെയാണ്. അങ്ങനെ ഞാൻ പതിയെ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. Right back up, that's how you get tough. Calluses on my hands so rough, yeah, I call your bluff. I'm not the one, mess with me, come out with none, 'cause I'm so done, you had your fun, and now you're gonna face down the barrel of the gun, 'cause I got a full clip with your name on it, but I'ma let you slide 'cause you ain't worth it. Time staying strong, need to move on to be what I want, I'll keep dreaming on. Time staying strong, need to move on to be what I want, I'll keep dreaming on.
അങ്ങനെ ക്യാമ്പിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പോകുന്ന വഴി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി 1-2 സ്ഥലങ്ങളിൽ കയറി. അങ്ങനെ ഒന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് മല്ലു സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു കട. അവിടെ നമ്മുടെ മലയാളീസിന്, അതായത് നമ്മുടെ കേരള ഫുഡ് നന്നായിട്ട് കിട്ടും കേട്ടോ. ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ അത് കയറിയത്. പക്ഷേ കഷ്ടകാലത്തിന് ചട്ടിച്ചോറ് തീർന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും കേരള ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് ഒരു ട്രെയിനിൻ്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഫുഡ് കഴിക്കുന്ന ഒരു ഫീലാണ് കിട്ടുക. ഇവിടെ പലതരം ഫുഡ് ഐറ്റംസ് അവൈലബിൾ ആണ്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലെ സജുവും സുരേഷ് ചേട്ടനും നാട്ടിലേക്ക് പോകാൻ സമയമായി. അവർ വെക്കേഷന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൃഷ്ണൻ്റെ ടെമ്പിളാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ കഴിഞ്ഞില്ല, കാരണം 4 മണിക്ക് ശേഷമാണ് ഇതിൻ്റെ ഓപ്പണിംഗ്. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴാണ് അതിൻ്റെ മുന്നിലായിട്ട് ഐസ് ഗോള വയ്ക്കുന്നത് കണ്ടത്. ഞാനിത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനങ്ങ് കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഐസ് ഗോള വാങ്ങിച്ചു. I'm staying strong, need to move on to be what I want. I'll keep dreaming on. I'm staying strong, need to move on to be what I want. I'll keep dreaming. സംഗതി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഐസിൻ്റെ അത് കുറച്ച് കളേഴ്സൊക്കെ മിക്സ് ചെയ്ത്, അത് കുറച്ച് ഫ്ലേവേഴ്സ് മിക്സ് ചെയ്തിട്ട് തരുന്നൊരു ഐറ്റം ആണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഈ ചൂടിന് അങ്ങനെയുള്ള സമയത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ പോയത് ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു നാരായണ ടെമ്പിളിലേക്കാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രസം തോന്നുന്നുണ്ട് അല്ലേ? നല്ലൊരു കൊട്ടാരത്തിൻ്റെ ഒരു സ്ട്രക്ചറിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അടിപൊളിയാണ് ഇത് കാണാനായിട്ട്. 2017 ഫെബ്രുവരിയിലാണ് ശ്രീ സ്വാമിനാരായണ ക്ഷേത്രം ഭക്തർക്ക് വേണ്ടി പൂർത്തിയായത്. 24 മാസത്തിനുള്ളിൽ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഏകദേശം 184.6 അടി നീളവും 181.6 അടി വീതിയും 74.6 അടി ഉയരവുമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഈ ക്ഷേത്രത്തിന് നമുക്ക് 140 കൊത്തുപണികളുള്ള തൂണുകൾ കാണാൻ കഴിയും. മാത്രമല്ല ഇവിടെ 10,000-ലധികം കൊത്തുപണികൾ ഇവിടുത്തെ ചുമരിലും തൂണുകളിലും നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 7 മണി തൊട്ടിട്ട് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 8:30 വരെയുമാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്. ഇവിടെ വരുന്നവർക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് പോകാനേ തോന്നുള്ളൂ, കാരണം അത്രയും നല്ല രീതിയിലാണ് അവർ ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ചുറ്റിലും ലോണുകളാണ്, പച്ച പുല്ലുകളാണുള്ളത്. നമുക്ക് ആ പുല്ലിലേക്ക് അങ്ങനെ പ്രവേശിക്കാൻ അവർ അനുവദിക്കില്ല, കാരണം അത്രയും നന്നായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പകരം നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഗോപുരത്തിൻ്റെ അടിയിലായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിലാണ് അവരിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നല്ല ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. Face on when I chase like that, yeah, I play so strong with a knife in the back. I'ma swing home run like a baseball bat. Gonna see me rise, you can hate on that. I don't play both sides, doing me no cap. I'ma ride or die for my dreams on tap. I'ma fly real high, you ain't see me slack. No, it's not how you fall, it's how you get right back up. That's how you get tough. Calluses on my hands so rough, yeah, I call your bluff. I'm not the one, mess with me, come out with none. Cause I'm so done, you had your fun. And now you're gonna face down the barrel of the gun. Cause I got a full clip with your name on it. But I'ma let you slide cause you ain't worth it. I'm staying strong, need to move on to be what I want. I'll keep dreaming on. I'm staying strong, need to move on to be what I want. I'll keep dreaming on.
അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പൂനെയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പം ഞങ്ങളുടെ നാട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയില്ല, പകരം ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തു. അപ്പം മംഗലാപുരം വരെ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. സോ പുതിയ വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.